ഹായ് ഓൾ, തുരുമ്പിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരുള്ള ബാൻഡിഡോസിൻ്റെ ഷോറൂമിലേക്കാണ് പോകുന്നത്. ഒരുപാട് ആക്സസറീസ് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് അവിടോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അവിടുത്തെ സർവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെയും പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ട് സാധനങ്ങൾ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ബീക്ക് ഉണ്ടല്ലോ, അതിൻ്റെ എക്സ്റ്റൻഡർ ഉണ്ട്. അതായത് ഫ്രണ്ട് ഫെൻഡർ വെക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനൊരു 600-700 രൂപയ്ക്കകത്തുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് വെക്കാനായിട്ട് മാത്രം ഇത്രയും കിലോമീറ്റർ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒരുപാട് ആക്സസറീസ് മേടിച്ചിട്ടുണ്ട്. ക്രാഷ് ഗാർഡ് മേടിച്ചു, ഹാൻഡ് ഗാർഡ് മേടിച്ചു, അതുപോലെ നമ്മുടെ ഫ്രണ്ട് വൈസർ, ലോങ് വൈസർ മേടിച്ചു. ഈ ഐറ്റംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തത് ട്രിവാൻഡ്രത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മളടുത്ത് ടെക്നിക്കൽ സപ്പോർട്ട് കാര്യങ്ങളാണെങ്കിലും അവരെ വീഡിയോ കോൾ ചെയ്യാം, കാര്യങ്ങളൊക്കെ പറയും. അതായത് ഇൻ കേസ് നമുക്കിവിടെ അസംബിൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വിളിച്ച് ചോദിച്ചാൽ മതി, അവർ ഹെൽപ്പ് ചെയ്ത് തരാമെന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ ചോദിച്ച സമയത്ത് ഇവർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തന്നെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനത് സമ്മതിച്ചു. അതിൻ്റെ കൂടെ തന്നെ ചെന്ന് തല വെച്ച് കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് പണികൾ കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഹാൻഡിൽ ബാർ റൈസർ ഞാൻ ഫിറ്റ് ചെയ്തു. ബാൻഡിഡോസിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ഇവിടെ ഒരു BMW ഒരു ലോഗോ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് അവർ റിമൂവ് ചെയ്തിട്ട് ബാൻഡിഡോസിൽ നിന്ന് അയച്ചു തന്ന സംഭവം വെച്ചിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. സോ അത് ഓൾറെഡി വെക്കുന്ന സമയത്തെ അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വൈസർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിക്കുമ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല. ഹാൻഡിൽ ബാർ റൈസറും കൂടെ ഫിറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് മിററിൻ്റെ ഈ ഒരു സൈഡ് അവിടെ തട്ടുന്നുണ്ട്. അപ്പോൾ അതും ഫിറ്റ് ചെയ്തോ പ്രോപ്പറല്ല. ലെഫ്റ്റ് സൈഡ് ഓക്കെയാണ്, റൈറ്റ് സൈഡാണ് പ്രശ്നം. പിന്നെ നിങ്ങളുടെ ഒരു അറിവിനായിട്ട് ഞാൻ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈസറല്ല ഹാൻഡ് ഗാർഡ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്നാലും ഹാൻഡ് ഗാർഡ് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ഹാൻഡിൽ ബാർ റൈസർ ഈ ഒരു മോഡലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടേണിങ് റേഡിയസ് ഭയങ്കരമായിട്ട് കുറയും. ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ഗാർഡും സ്റ്റോക്ക് വൈസറില്ലേ അതും തമ്മിൽ തട്ടി ഹാൻഡ് ഗാർഡിൽ സ്ക്രാച്ച് വരാനും, അതുപോലെ വൈസറിൻ്റെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ലൂസായിട്ട് നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് പട്ട ആ വൈസർ ഇങ്ങനെ നടന്ന് അടിക്കാനുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിയത്തില്ല, പെട്ടെന്ന് അങ്ങ് വണ്ടി തിരിക്കുമല്ലോ, പഴയ ഓർമ്മയിലങ്ങ് തിരിക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് അത് തട്ടി ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മേടിക്കുന്ന ആൾക്കാർ ആ ഒരു കാര്യം മസ്റ്റായിട്ട് നോക്കുക. ഞാൻ പണി കിട്ടി പഠിച്ചതാണ്. സോ നിങ്ങൾക്കെങ്കിലും ആ ഒരു അവസ്ഥ വരാണ്ടിരിക്കും. ഇതാ ചെയ്യുന്നതുകൊണ്ട് ലെഫ്റ്റിലോട്ടൊരു ചരിവ് വരുന്നതുണ്ടോ, ഞാനിപ്പോൾ കൈ വിടുമ്പോൾ ഇതാണ് അടുത്ത പ്രശ്നം. അതായത് ഈ ഹാൻഡ് ഗാർഡ് ഫിറ്റ് ചെയ്തത് കറക്റ്റ് ലെവലിലല്ല ഫിറ്റ് ചെയ്തത്. അതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അതിന് മുന്നേ ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നു, സ്റ്റഡി ആയിട്ട് തന്നെ വണ്ടി നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതും അവിടെ പോയിട്ടൊന്ന് നോക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിറ്റ് ചെയ്ത ഐറ്റംസിൽ ഇനി ക്രാഷ് ഗാർഡിൻ്റെ കാര്യത്തിൽ ഇതുവരെയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് എനിക്ക് പേടിയുണ്ട്, എങ്ങാനും ഇനി എന്തെങ്കിലും പണി വല്ല നെട്ടോ വോൾട്ടോ എന്തെങ്കിലും ഇളകിയോ എന്തെങ്കിലും ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പണിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട, നേരെ ബാൻഡിഡോസിലോട്ട് വിടാം എന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഫ്രണ്ട് ഫെൻഡർ ഓർഡർ ചെയ്തിട്ട് ഇത്രയും പണി കിട്ടിയിട്ട് എനിക്ക് അവിടെ കൊണ്ട് കൊടുക്കാൻ വയ്യ. ആ ഫ്രണ്ട് ബീക്ക് ഡ്രില്ല് ചെയ്തിട്ട് വേണം ഫ്രണ്ട് ഫെൻഡർ വെക്കാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ നിൻ്റെ നെഞ്ചത്തോട്ട് തന്നെ കയറുവാ മോനെ. എൻ്റെ പൊന്നു, ഇവിടെ ഉള്ളവന്മാരൊക്കെ ഈ ലൈനും കാര്യങ്ങളൊന്നും വേണ്ട. തിക്ക് വൈറ്റ് ലൈനാണെന്നുണ്ടെങ്കിലും എവിടെ നെഞ്ചത്തോട്ട് തന്നെ കൊണ്ടുവന്ന് കയറും. പിന്നെ നമ്മുടേത് കുഞ്ഞു ബൈക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു മൈൻഡൊന്നുമില്ല. അയ്യോ, പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പോയി. അപ്പോൾ ആ ഫ്രണ്ട് ഫെൻഡർ ഇതുപോലെ ഡ്രില്ല് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പേടിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു. ദൂരമൊന്നും നോക്കിയില്ല, നേരെ പോകാമെന്ന് വിചാരിച്ചു. അത് തന്നെ എല്ലാവർക്കും
പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹീറ്റിംഗ് ഇഷ്യൂ ഞാൻ പറയില്ലേ, ട്രാഫിക്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും അങ്ങനെയൊക്കെ പറയണില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ടൂറിങ്ങിൽ. അതായത് ലോങ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ആയാസപ്പെടുക പോലുമില്ല. ഞാനിപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 75.7 കിലോമീറ്റേഴ്സായി. ബട്ട് സ്റ്റിൽ ഒരു കിതപ്പും ഒന്നുമില്ല വണ്ടിക്ക്. ഈവൻ എനിക്ക് തോന്നുന്നു 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് എൻജിൻ ടെമ്പറേച്ചർ. ഇതുവരെയ്ക്കും റേഡിയേറ്റർ ഫാൻ ഓണാവുന്ന സിറ്റുവേഷൻ പോലും ഉണ്ടായിട്ടില്ല. സോ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ടൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, വണ്ടി അന്യായ ഒരു കോൺഫിഡൻസ് വരും. ഓ സൗണ്ട് മാറിയണ്ടോ, ഇത്രേ ഉള്ളൂ ഗൈസ്. കയറിയുണ്ടോ, എത്ര കയറിയത് ഞാൻ കണ്ടില്ല കേട്ടോ. ഈ ഒരു പവറിനെയാണ് ഞാൻ പറഞ്ഞത്. മിഡ് റേഞ്ച് വണ്ടിയുടെ മിഡ് റേഞ്ച് അന്യായമാണ്, ഒരു രക്ഷയില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നേരത്തെ ഫുൾ ടാങ്ക് അടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സർവീസിന് മുന്നേ 372 കിലോമീറ്റേഴ്സൊക്കെ കിട്ടുമായിരുന്നു. അത് ഹൈവേ ഒരു പെർഫോമൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത് 420 ആണ്. 420 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 38 സംതിങ് മൈലേജ് വരും. അപ്പോൾ അത്രയും കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയും കിട്ടുന്നുണ്ട് ആക്ച്വലി. നമ്മൾ ഹൈവേയിൽ ഞാൻ പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചെയ്ത പോലെ ഇതേപോലെ വലിച്ചങ്ങനെ എടുത്ത് ഓടിക്കാറില്ല. ഒരു 60, 70, 80ക്ക് ഇടയ്ക്ക് തന്നെ നിൽക്കും. അപ്പോൾ ആ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാവാം മേ ബി ആ ഒരു മൈലേജ് കിട്ടുന്നത്. പിന്നെ ഞാൻ അടിക്കുന്നത് പ്രീമിയം ആണ്, പ്രീമിയം പെട്രോളാണ് അടിക്കുന്നത്, 95 ആണ് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം ഉണ്ടാവും, അതായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ, നമുക്ക് മൈക്കിൻ്റെ വിൻ ബ്ലാസ്റ്റ് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ വൈസർ ഉയർത്തിയിട്ടാണ് സംസാരിക്കുന്നത്, എത്രത്തോളം വിൻ നോയ്സ് ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. മാവനോയുടെ മൈക്കാട്ടോ ഇത്. മാവനോയുടെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എനിക്കൊന്ന് 400 രൂപയ്ക്കകത്തുള്ള മൈക്കാണ്. ഫുള്ള് വയർലെസ് അല്ല, വയർഡാണ്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്ത സമയത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ഒരു മൈക്കുമായിട്ട്. കാര്യം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു മൈക്ക്. പിന്നെ നോയ്സ് റിഡക്ഷൻ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരുവിധം ഉള്ള ഒരു സേഫായിട്ടുള്ള ഒരു കിട്ടും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് വാൻഡിഡോസിനെ കുറിച്ച് കേൾക്കുന്നത് ഈ വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ചേട്ടാ വണ്ടി എടുത്തിട്ട് ആക്സസറീസ് വാൻഡിഡോസ് നിന്ന് മേടിച്ചാൽ മതി, സെറ്റാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വാൻഡിഡോസ് എന്ന് പറയുന്ന പേര് കേൾക്കുന്നത്. സെർച്ച് ചെയ്ത് നോക്കിയപ്പം ആ ഒരു മുർഷിദ് വാൻഡിഡോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ വീഡിയോ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ഫുള്ള് GSൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ട്, അന്യായ വീഡിയോ ഏതാ. അപ്പോൾ ഈ വണ്ടി ഞാൻ എടുക്കാൻ കാരണം പുള്ളിക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം, പുള്ളിക്കാരനും കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലൂ, അതായിരുന്നു ഞാൻ എടുക്കാമായിരുന്നത്. അതായത് PS4 മോഡലിൽ ഉണ്ടായിരുന്ന ഒരു വേർഷനാണ്. ഇപ്പോൾ അതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് കണ്ടില്ല. ബട്ട് അതാണ് ഒരുവിധം കൊള്ളാമെന്നുള്ളത് കൊണ്ട് എല്ലാവരും അതായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ദിവസം വണ്ടി എടുക്കുന്നതിന് മുന്നേ ഞാൻ ഏതെടുക്കുമെന്ന് എനിക്കൊരു മൈൻഡില്ലായിരുന്നു. ഞാൻ ബ്ലൂ അത് തന്നെ വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഷോറൂമിൽ പോയില്ല. അതിന് മുന്നേ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു റെഡ് കണ്ടു. ഇവിടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ആരുടെ ആണ്. കുറച്ച് നാളായിട്ട് അതിങ്ങനെ കിടന്ന് കറങ്ങി നടക്കായിരുന്നു. ബട്ട് അന്ന് ഞാൻ രാവിലെ സ്റ്റുഡിയോയിൽ എന്തോ ഷൂട്ടിന് വന്ന സമയത്ത് ഞാൻ കണ്ടു ഈ ബൈക്ക്. അയ്യോ എന്ന് വെച്ചാൽ ഫുൾ ആക്സസറീസ് വെച്ചാൽ കേട്ടോ. ടോപ്പ് ബോക്സ് ഉണ്ട്, ഇത് ക്രാഷ് ഗാർഡ് ഉണ്ട്, ഹാൻഡ് ഗാർഡ് ഉണ്ട്, ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞാൻ അവിടെ അങ്ങ് നിന്നു. എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, അമ്മാതിരി ഇത് തന്നെ എൻ്റെ ബൈക്ക്, വേറെ ഒന്നുമില്ല. അങ്ങനെ നേരെ ഷോറൂമിൽ പോയി വണ്ടി കാണാൻ പോയി, കണ്ടു കയറി ഇരുന്ന് നോക്കി. അപ്പോൾ വീണ്ടും ടോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓടിക്കാൻ പറ്റും, ബിക്കോസ് എൻ്റെ വണ്ടി തന്നെ ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്താൽ ഓടിച്ച് പഠിച്ച് തുടങ്ങിയതൊന്നും കയ്യിൽ വരാണ് ഓടിച്ച് പഠിച്ച് തുടങ്ങിയതും കയ്യിൽ നിൽക്കുന്നതൊക്കെ. അപ്പോൾ
സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് പേടിക്കുമല്ലോ. അപ്പോൾ പിന്നെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാമെന്ന് വിചാരിച്ചു. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് ഞാൻ വണ്ടി ഓഫാക്കിയായിരുന്നു. വണ്ടി മീൻസ് ഓടിച്ചുകൊണ്ടിരുന്ന് സിഗ്നലിൽ തിരിച്ചപ്പോഴത്തേക്ക് ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തു, കഷ്ടപ്പെട്ടു. ഓഫായി പതിയെ കാലൊക്കെ ഊന്നി തിരിച്ച് എടുക്കായിരുന്നു ചെയ്തത്. പക്ഷെ പിന്നെ അന്ന് ആ ഓടിച്ച എക്സ്പീരിയൻസിലാണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടി തന്നെ എന്ന് ഫിക്സ് ചെയ്ത് സെറ്റാക്കിയത്. അതുപോലെ ആക്സസറീസ് ഫിറ്റ് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ GPS മൗണ്ട് ഇല്ലേ, ഇത് യാനെന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ യാനയുടെയാണ്. അപ്പോൾ ഇവർ മറ്റേ വൈബ്രേഷൻ ഡാമ്പനിങ് സിസ്റ്റം എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇത് മേടിച്ചപ്പോൾ ഈ ഒരു ക്ലാമ്പ് ഉണ്ടല്ലോ, ഈ കാണുന്ന ക്ലാമ്പ് ഉണ്ടല്ലോ, ഇത് ഞാൻ ആദ്യം കൊടുത്ത സമയത്ത്, ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രത്ത് ഇവിടെ കൊടുത്ത സമയത്ത് ഇവരത് ഫിറ്റ് ചെയ്യാതെ ഞാൻ എടുത്തു തന്നു. അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഫോൺ മൗണ്ട് കിടന്ന് കിട്ടാ വിറയ്ക്കുന്നു. പിന്നെ വൈസറിൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ നെറ്റിയില്ലേ, ഫോർഹെഡിലാണ് കറക്റ്റ് വിൻ ബ്ലാസ്റ്റ് അടിക്കുന്നത്. നേരത്തെ കുഞ്ഞ് വൈസർ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റോക്ക് വൈസർ, അതിലാണെങ്കിൽ കാറ്റ് സത്യം പറഞ്ഞാൽ നെഞ്ചത്തോട്ടാ. അതിൽ എഫക്റ്റ് ഒന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് കിട്ടും. വൈസർ ഇടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്, സുഖമാണ്, ഒന്നും അറിയണ്ട. അങ്ങനെ നമ്മൾ 100 കിലോമീറ്ററിലേക്ക് അടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതുവരെയ്ക്കും ബ്രേക്ക് എടുത്തിട്ടില്ല. 99.5 കിലോമീറ്ററായി. 100 കിലോമീറ്ററിൽ ബ്രേക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ട്രാഫിക്ക് കൂടും. അപ്പോൾ എനിക്ക് ട്രാഫിക്കിൽ ഓടിക്കുന്നത് ഭയങ്കര മെനക്കേടാണ്. വണ്ടി ആക്ച്വലി പ്രശ്നമില്ല, വണ്ടി ട്രാഫിക്കിൽ ഓടിക്കാൻ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, ഭയങ്കര പാടൊന്നുമല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ വലിയ വണ്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ബട്ട് അത്ര ബുദ്ധിമുട്ട് ഉള്ളൊരു വണ്ടിയല്ല. പക്ഷെ എന്നാലും ഭ്രാന്തെടുക്കും. കാര്യം വണ്ടി ചൂടായി തുടങ്ങും, പിന്നെ കാല് ചൂടാവും, പിന്നെ അതിനനുസരിച്ചിട്ട് ഇറിറ്റേറ്റഡ് ആവും. അല്ല ഓഫ് റോഡൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, കുറച്ചുകൂടെ ഇതുണ്ടല്ലോ, നമുക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഓരോ ചാലഞ്ചസ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അതേപോലെ അല്ലല്ലോ. നല്ല രസമുണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ. ഇത് എത്രത്തോളം ക്യാമറയിൽ വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, അത്രയും ആ ഒരു. പക്ഷേ ഏർലി മോർണിംഗ് ചെറുതായിട്ട് മഴ പെയ്ത് ഒരു തണുപ്പ് അന്തരീക്ഷം ആ ഒരു രീതിക്ക് നിൽക്കുന്നത് ഭയങ്കര വൈബ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പടം. എൻ്റെ മോനെ, ഇവനൊരു ഭയങ്കര ഒരു ഗ്രാമ ഫീലുണ്ട്. മെയിൻ റോഡും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ വീട് ഓർമ്മ വരും. അമ്മയുടെ വീട് ഇതുപോലത്തെ ഒരു ഗ്രാമമാണ്. ആൾക്കാരാണെങ്കിലും ഭയങ്കര നൈസാണ്. അടിപൊളി വീട്. A few moments later. വണ്ടിയിൽ വന്ന ചേഞ്ചസ് ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഫ്രണ്ട് ഫെൻഡർ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി എത്തിയിട്ടുണ്ട് തിരിച്ച്. ഫുള്ള് തിരക്കായിരുന്നു. വന്നതിന് ശേഷം എൻ്റെ കോലം കണ്ടാവും, ഫുള്ള് ടാനായി പണിയായി. അപ്പോൾ സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്, മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം.